പാലാ രൂപതയെടുത്ത തീർത്തും ധാർമ്മികവും ഉദാത്തവുമായ ചില നല്ല തീരുമാനങ്ങളെപ്പറ്റി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ 4 പ്രമുഖ ചാനലുകൾ കച്ചകെട്ടി ഇറങ്ങി നടത്തിയ അന്തിചർച്ചകളും അഭിമുഖങ്ങളും കണ്ടപ്പോൾ തോന്നിയത് ഇതാണ്. ഇവർക്കെല്ലാം കയറിയിറങ്ങി കൊട്ടിപ്പോകാവുന്ന ചെണ്ടയാണോ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം? പാലാ രൂപത തീർത്തും സതുദ്ദേശത്തോടെ എടുത്ത ചില തീരുമാനങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തി ദുഷ്ടലാക്കോടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചില ചാനലുകൾ അന്തിചർച്ചകൾ വഴി ചെയ്തത്. അവരുടെ ഹിഡൻ അജണ്ട ആ ചർച്ചകൾ വഴി നടപ്പാക്കുവാൻ അവതാരകർ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് ഏതൊരു പ്രേക്ഷകനും കാണാമായിരുന്നു. സഭയുടെ അഭിപ്രായം പറയാൻ വന്നവർക്ക് സമയം നൽകാതിരിക്കുക, സഭയെ നിരന്തരം വിമർശിക്കുന്ന ക്രൈസ്തവ നാമധാരികളായ ഏതാനും സഭാവിരുദ്ധരെ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികളായി പങ്കെടുപ്പിക്കുക, സന്യാസ സഭയിൽ നിന്നും പുറത്തുപോയ ഒരു സന്യാസിനിയെ സന്യസ്തരുടെ പ്രതിനിധിയായി രംഗത്തിറക്കുക. എന്തെല്ലാം തന്ത്രങ്ങളാണ് ആ ചാനലുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തേ മറ്റു മതസമൂഹങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണുന്നില്ല? ജീവന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ച് പാലാ രൂപതയെടുത്ത നല്ല തീരുമാനങ്ങളെ വിശ്വാസി സമൂഹം തള്ളിക്കളഞ്ഞു എന്ന് സ്ഥാപിച്ചെടുക്കാനായിരുന്നു ഈ ചാനൽ അവതാരകരുടെ അന്തിചർച്ചയിലെ തന്ത്രപ്പാട് മുഴുവൻ. ലക്ഷ്യം കത്തോലിക്ക സഭയെ അവഹേളിക്കുക എന്നത് തന്നെ. സഭയിലെ ഭൂരിപക്ഷം പേരും പാലാ രൂപതയും രൂപതാ മെത്രാനെയും അഭിനന്ദിക്കുന്നതും അവർക്ക് പിന്തുണ നൽകുന്നതുമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. എന്നാൽ കത്തോലിക്ക സഭ ഇവിടെയൊരു ജനസംഖ്യാ വിസ്ഫോടനത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിച്ച അവതാരകർ യഥാർത്ഥ സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയല്ലേ ചെയ്തത്? ഇനി ചാനൽ അവതാരകർ കത്തോലിക്ക സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ച ജനസംഖ്യാ വിസ്ഫോടനത്തെക്കുറിച്ചും ഒരു വാക്ക് പറയാതെ വയ്യ. 2018 കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ദമ്പതികൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളുടെ ഡേറ്റയനുസരിച്ച് ഒന്നാമതായി ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം മുസ്ലിം വിഭാഗത്തിൽ 80,044 ആണെങ്കിൽ ക്രൈസ്തവരിൽ അത് 33,483 ആണ്. രണ്ടാമതായി ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം മുസ്ലിം വിഭാഗത്തിൽ 71,901 ആണെങ്കിൽ ക്രൈസ്തവരിൽ അത് 26,565 മാത്രം. മൂന്നാമതായി ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം മുസ്ലിം വിഭാഗത്തിൽ 45,694 ആണെങ്കിൽ ക്രൈസ്തവരിൽ അത് വെറും 8,124 മാത്രം. ഇനി നാലാമത്തെ കുഞ്ഞ് ജനിച്ചവരുടെ കണക്കെടുത്താലോ അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ 12,770 ആണെങ്കിൽ ക്രൈസ്തവർ വെറും 954 പേർ മാത്രം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവർക്ക് ജനിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞുങ്ങളുടെ 12 മടങ്ങ് കുഞ്ഞുങ്ങൾ 2018 മുസ്ലിം മതവിഭാഗത്തിലുള്ളവർക്ക് ജനിച്ചിരുന്നു. കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ് ക്രൈസ്തവ സഭയുടെ എക്കാലത്തെയും നിലപാട്. അത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. കാരണം സഭയുടെ വീക്ഷണത്തിൽ ജീവൻ ദൈവിക ദാനമാണ്. ജീവന്റെ സുവിശേഷം ഉയർത്തിപ്പിടിക്കുക എന്നത് സഭയുടെ അടിസ്ഥാന ദൗത്യവും. അതിനാൽ തന്നെ ഏത് മതവിഭാഗത്തിലായാലും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെ സഭ കുറ്റപ്പെടുത്തുകയോ അതിനെ ഒരിക്കലും വിമർശിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഇതായിരിക്കെ ഇക്കാര്യങ്ങൾ മറച്ചു പിടിച്ച് ചില മാധ്യമങ്ങൾ സഭ ജനസംഖ്യാ വിസ്ഫോടനത്തിന് തയ്യാറെടുക്കുന്നു എന്ന് അന്തിചർച്ചകളിലെ അഭിനവ ജഡ്ജിമാർ വഴി ആക്രോശിച്ചതിനെയാണ് സഭാ നേതൃത്വവും ക്രൈസ്തവ സമൂഹവും വിമർശിക്കുന്നത്. ജനസംഖ്യാ വർധനവിന്റെ പേരും പറഞ്ഞ് പാലാ രൂപതയെ വിമർശിച്ച് അന്തിചർച്ച സംഘടിപ്പിച്ച മാധ്യമങ്ങളോട് ചിലത് പറയാനുണ്ട്. ഇത്രയും താല്പര്യം ക്രൈസ്തവ സഭയോട് കാട്ടുന്ന നിങ്ങൾ മറ്റു സമുദായങ്ങളിലെ ക്രമാതീതമായ ജനസംഖ്യാ വർധനവിനെ കുറിച്ച് ഒരു ചർച്ച പോലും ഇന്ന് വരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? എന്തായാലും ഇനിയെങ്കിലും ആ വിഷയമെടുത്ത് ഒരു അന്തിചർച്ച സംഘടിപ്പിച്ച് രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്താമോ? അതിനുശേഷമാകട്ടെ ഈ വിഷയത്തിൽ ഇനി സഭയ്ക്ക് നേരെയുള്ള ആക്രോശങ്ങൾ. ജീവന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുവാനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും സഭയെടുത്ത തീരുമാനങ്ങളെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുവാൻ കേരളത്തിലെ ഏതാനും മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങൾ നടത്തിയ പരിശ്രമങ്ങളെ ഓർത്ത് കേരളത്തിലെ പൊതുസമൂഹം ലജ്ജിക്കുന്നു. ഒരുപക്ഷെ അവരെ നിയന്ത്രിക്കുന്ന ചില ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്താലായിരിക്കാം അവർ അത്തരം അന്തിചർച്ചകൾ സംഘടിപ്പിച്ചത്. കാരണം എന്തായാലും ഒരു കാര്യം വീണ്ടും ആ മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കും കയറി കൊട്ടിയിറങ്ങി പോകാവുന്ന ചെണ്ടയാണ്
ക്രൈസ്തവ സമൂഹമെന്ന നിങ്ങളുടെ മുൻധാരണ മാറ്റേണ്ട കാലം വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവർ ഇന്ന് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്.